ക്രൂരതയുടെയും ഭീകരതയുടെയും പര്യായമാണ് യുഗാണ്ടയുടെ ഏകാധിപതിയായിരുന്ന ഈദി ഔമീൻ ദാദ ഔമി എന്ന പേര്. ജംഗിസ് ഖാൻ മുതൽ ഹിറ്റ്ലർ വരെയുള്ള ക്രൂര ഭരണാധികാരിയുടെ പട്ടികയിൽ മുൻനിരയിലാണ് ഈദി അമീന്റെ സ്ഥാനം. ആഫ്രിക്കയുടെ കശാപ്പുകാരനെന്നും നരഭോജിയായ ഭരണാധികാരി എന്നുമെല്ലാം ലോകം അദ്ദേഹത്തെ വിളിച്ചു. 1970കളിൽ യുഗാണ്ടയെ ഭീതിയിലാഴ്ത്തിയ ഈ മനുഷ്യന്റെ ജീവിതം അധികാരമോഹം ഒരു ജനതയെ എങ്ങനെ നരകത്തിലേക്ക് തള്ളിവിടാമെന്നതിന്റെ പാഠമാണ്. യുഗാണ്ടയിലെ കമ്പാലയിൽ ജനിച്ച ഈദി ഔമീൻ ഔപചാരിക വിദ്യാഭ്യാസമൊന്നും ഇല്ലായിരുന്നുവെങ്കിലും ശാരീരിക കരുത്തുകൊണ്ട് 1946 അദ്ദേഹം ബ്രിട്ടീഷ് കോളനി സൈന്യമായ കിങ്സ് ആഫ്രിക്കൻ റൈഫിൾസിൽ ചേർന്നു. കെനിയയിലെ ഈ മൗ കലാപം അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച പടവാളായിരുന്നു അമീൻ. യുഗാണ്ടയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സൈന്യത്തിലെ ഏറ്റവും ഉയർന്ന കറുത്ത വർഗ്ഗക്കാരനായ ഓഫീസറായിരുന്നു അദ്ദേഹം. 1966 പ്രധാനമന്ത്രി മിൽട്ടൺ ഒബോട്ടെയുടെ അടുത്ത അനുയായിയായി കരസേനയുടെയും വ്യോമസേനയുടെയും മേധാവിയായി. എന്നാൽ ഒടുവിൽ ഒബോട്ടെയെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു അമീൻ. 1971 ജനുവരി 25 അബോട്ട വിദേശത്തായിരിക്കുമ്പോൾ സൈനിക അട്ടിമറിയിലൂടെ അമീൻ രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുത്തു. തൊട്ടു പിന്നാലെ രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ലായിരുന്ന ഏഷ്യൻ വംശജരെ കൂട്ടത്തോടെ പുറത്താക്കി. രാജ്യം സാമ്പത്തികമായി തകർന്നപ്പോഴും അമീൻ തന്റെ ഏകാധിപത്യം ഉറപ്പിക്കാൻ ശ്രദ്ധിച്ചു. എതിർത്തുനിന്ന എല്ലാവരെയും അദ്ദേഹം നിഷ്കരണം കൊന്നുതള്ളി. വിദ്യാർത്ഥികൾ, മാധ്യമപ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങി സ്വന്തം രാജ്യത്തിന്റെ പട്ടിണി പാവങ്ങളെ പോലും ഈ മനുഷ്യൻ വേട്ടയാടി. ചരിത്രകാരന്മാരുടെ കണക്കനുസരിച്ച് അമീന്റെ 8 വർഷത്തെ ഭരണത്തിനുള്ളിൽ ഏകദേശം 3 ലക്ഷത്തോളം മനുഷ്യർക്കാണ് ജീവൻ നഷ്ടമായത്. ലോകം ഭയന്ന ഈ ഏകാധിപതി സ്വന്തം നിഴലിനെ പോലും ഭയപ്പെട്ടിരുന്നു. ഉറക്കത്തിൽ പോലും സൈനിക യൂണിഫോം ഊരി മാറ്റാതെ ചുറ്റും 100 കണക്കിന് പട്ടാളക്കാർ കാവലുണ്ടായിരുന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 1978 ഒക്ടോബറിൽ ടാൻസാനിയയെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെയാണ് ഈദി അമീന്റെ പതനം ആരംഭിക്കുന്നത്. ടാൻസാനിയൻ സൈന്യവും യുഗാണ്ടൻ വിമോചന പോരാളികളും തലസ്ഥാനം പിടിച്ചെടുത്തു. ഇതോടെ ലിബിയയിലേക്കും തുടർന്ന് സൗദി അറേബ്യയിലേക്കും അദ്ദേഹം പലായനം ചെയ്തു. 2003 സൗദിയിലെ ജിദ്ദയിൽ വെച്ച് വൃക്ക രോഗബാധിതനായി ഈദി അമീൻ എന്ന ക്രൂരനായ ഭരണാധികാരി മരണപ്പെട്ടു.